അഞ്ചപ്പം 5000 പേർക്കായിട്ട് വീതിച്ചു നൽകിയതിനു ശേഷം ക്രിസ്തു മറുകരയിലേക്ക് പോയി. ഈ സമയത്ത് ഈ ജനക്കൂട്ടം എല്ലാവരും മറുകരയിലേക്ക് ഓടി വന്നു. അവർ യേശുവിനെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോൾ യേശുവോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഇവിടെ വന്നത്? യേശു വണ്ണത്തിലാണ് വന്നത്, പക്ഷെ അവർ ഓടിയാണ് വന്നത്. അവർ കറങ്ങി ചുറ്റി യേശുവിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ യേശു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് വന്നത്? അപ്പോൾ അവർ ഉത്തരവൊന്നും പറഞ്ഞില്ല. അവരെങ്ങനെ എത്തിയെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറഞ്ഞില്ല. എന്തിനു വന്നെന്ന് ചോദിച്ചപ്പോൾ ഒരു ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ യേശുവിന് മനസ്സിലായി, അവർ വന്നത് അവനെ കാണാനോ കേൾക്കാനോ അല്ല, അവർക്ക് അപ്പം വേണം. അതിനു വേണ്ടിയാണ് അവർ വന്നത്. ഇതാണെങ്കിൽ എളുപ്പമാണല്ലോ, ജോലിയൊന്നും ചെയ്യണ്ട, കൃത്യമായിട്ട് യേശു കൃത്യസമയത്ത് അപ്പമൊക്കെ കൊടുത്തോളും, അവൻ്റെ കൂടെ നടന്നാൽ മതി. അങ്ങനെ വിശപ്പ് മാറ്റാൻ വേണ്ടി അവരൊരു കുടുംബത്തെയും വിളിച്ചുകൊണ്ട് ഓടി യേശുവിനെ കാണാനായിട്ട്. ചോദ്യം ഇതാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് യേശുവിനെ കാണാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുന്നത്? നിങ്ങളുടെ പള്ളികളിലും ധ്യാന കേന്ദ്രങ്ങളിലും നൊവേന ചൊല്ലിയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോയി എന്തിനാണ് യേശുവിനെ കാണാൻ വേണ്ടി കടന്ന് ഓടുന്നത്? ഇതേ ചോദ്യം യേശു നമ്മളോടും ചോദിക്കും. നമ്മൾ ഓടി നടന്ന് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഈ ഭൂമിയിലെ നശ്വരമായ ആവശ്യങ്ങൾ നിറവേറ്റാനാണോ? നമുക്ക് ഈ ഭൂമിയുടേതായ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് ഇന്നത്തെ കാര്യം മര്യാദയ്ക്ക് നടന്നാൽ മതി എന്ന ചിന്തയോടു കൂടിയാണോ? ഈ ഭൂമിയുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കും നമ്മളുടെ നശ്വരമായ ചിന്തകൾക്കൊന്നും യേശു വഴങ്ങിത്തരില്ല. അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അടയാളങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതാണ് ക്രിസ്തു എന്നാരും ചിന്തിച്ച് കളയുന്നത്. നശ്വരമായവല്ല, അനശ്വരമായവയെ മുറുകെ പിടിക്കാൻ പഠിപ്പിച്ചവനാണ് ക്രിസ്തു. സുവിശേഷം അവസാനിക്കുന്നിടത്ത് അവർക്ക് യേശുവിനെ ഇഷ്ടപ്പെട്ടില്ല. അവർ യേശുവിനെ കളഞ്ഞിട്ട് പോയി. അതാണ് 5 അപ്പം 5000 പേർക്കായി വിധിച്ച സമയത്ത് ജനക്കൂട്ടം മുമ്പിലുണ്ടായിരുന്നപ്പോൾ അതേ ജനക്കൂട്ടം അവനെ കളഞ്ഞിട്ട് പോയി. യേശു ഒന്നും പറഞ്ഞില്ല, ഒരു സങ്കടമില്ലാതെ യേശു അവർ പൊയ്ക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അതാണ്, നശ്വരമായ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോയാൽ ആ ജനക്കൂട്ടത്തെ ക്രിസ്തു ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനൊരു ജനക്കൂട്ടത്തിൻ്റെ ഭാഗമാകാനുള്ളവരല്ല നമ്മൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.